ഹലോ ഗൈസ്, അങ്ങനെ കാത്തിരുന്ന് 27-ാം തീയതി നമ്മളിന്ന് ട്രിപ്പ് പോവാണ്. ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഐ എം വെരി എക്സൈറ്റഡ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എയർപോർട്ടിലൊക്കെ എത്തി, ചെക്ക് ഇൻ ചെയ്തു. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ലോഞ്ച് വരെ പോയി ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരു കോഫി മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ, കോവൈ ഭവനിൽ നിന്ന്. കാരണം ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു. ഇതാണ് കോഫി. ഒരു കോഫിക്ക് വന്ന റേറ്റ്, പക്ഷേ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റുള്ള കോഫിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി 2 പട്ടി ഷോ വീഡിയോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് കസിൻസിനെയൊക്കെ വിളിച്ച് അപ്പോഴത്തേനും ഞങ്ങൾക്ക് ബോർഡിംഗ് ആയി. പിന്നെ അകത്തേക്ക് കയറി. എത്തിഹാഡിലാട്ടോ നമ്മൾ പോണേ. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഒരു പില്ലോയും ബ്ലാങ്കറ്റൊക്കെ ഉണ്ടായിരുന്നു. 4:30 ഫ്ലൈറ്റ്. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു. ഞാൻ ഇതിനു മുമ്പ് ഇൻ്റർനാഷണലൊന്നും പോയിട്ടില്ല, ഡൊമസ്റ്റിക്ക് മാത്രമേ പോയിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് അപ്പോൾ ഇൻ്റർനാഷണൽ പോകുന്നത്. അപ്പോൾ കുറച്ച് ടൈം ഫ്ലൈറ്റിലുണ്ടാവും എന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ കുറച്ച് മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ നമുക്ക് എത്തിഹാഡിൻ്റെ ഒരു സൈറ്റ് എടുക്കുമ്പോഴത്തേനും ഇങ്ങനെ നമ്മൾ എത്ര ഫീറ്റ് എബോവ് ആണ്, എവിടെ എത്തി എന്നൊക്കെ അറിയാൻ പറ്റും. ഇതിൽ തന്നെ കുറച്ച് മൂവീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓഫ്ലൈനായിട്ട് അതിരുന്ന് കാണാം. കുറച്ച് ലിമിറ്റഡ് മൂവീസാണുള്ളത്, ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഗെയിമൊക്കെ കളിച്ച് മൂവിയൊക്കെ കണ്ട് ഇരുന്നപ്പോഴേക്കും ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒരാളിവിടെ സീരിയസ് ആയിട്ടിരുന്ന സിനിമയൊക്കെ കാണുന്നുണ്ട്. അപ്പോഴേക്കും ചേച്ചി കൊണ്ടുവന്ന് ഫുഡ് തന്നെ. ഞങ്ങൾ നോൺ വെജ് ആട്ടോ സെലക്ട് ചെയ്തത്, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ ഫുഡ് കിട്ടിയെന്നും ഡ്രിങ്ക്സ് കിട്ടിയെന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീടാട്ടോ. വലിയ കാര്യമായിട്ട് ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കിട്ടിയതല്ലേന്ന് വിചാരിച്ച് നമ്മൾ കഴിച്ചു, അത്രേ ഉള്ളൂ. ഡ്രിങ്ക്സൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടൈം വൈകിട്ട് 4:30 നമ്മൾ ഫ്ലൈറ്റിൽ കയറിയത്. അതുകൊണ്ട് തന്നെ കുറേ ഗോൾഡൻ അവർ മൊമെൻറ്റ്സും ഫ്ലൈറ്റിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. നമ്മൾ ഡെസ്റ്റിനേഷൻ ലാൻഡ് ചെയ്തപ്പോൾ അവിടെ ടൈം 7 മണിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി അവിടുത്തെ ഇമിഗ്രേഷൻ പ്രോസസ്സിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ വളരെ സ്മൂത്തായിട്ട് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ കസിൻസ് നമ്മളെ വിളിക്കാൻ വേണ്ടി അവിടെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം. ഓൾറെഡി ഒരു ക്ലൂ ഈ വീഡിയോയിൽ തന്നെയുണ്ട്, അതൊന്ന് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യട്ടോ. ഇപ്പോൾ ഈ റോഡൊക്കെ കാണുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് ട്രിപ്പ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.